നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കുറെ സ്വപ്നങ്ങളുമായി യമനിലേക്ക് കടൽ കടന്ന മലയാളിയായ നിമിഷപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയാണ് നിമിഷപ്രിയ എന്ന നഴ്സിന് പിഴവ് സംഭവിച്ചത്? ഇനി വെറും 5 ദിവസങ്ങൾ മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ബാക്കിയുള്ളത്. യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചെന്ന വാർത്ത മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടെയും മനസ്സിനെ മരവിപ്പിക്കുന്നുണ്ട്. വധശിക്ഷയ്ക്കായി കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവൾ അനുഭവിച്ച വഞ്ചനയും ദുരനുഭവങ്ങളും നമ്മൾ വീണ്ടും അറിയേണ്ടതുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ. ഭർത്താവ് ടോമിയുടെ വിവാഹാലോചന വരുമ്പോൾ യമനിൽ നേഴ്സായിരുന്നു നിമിഷപ്രിയ. ടോമി ഖത്തറിൽ ഡ്രൈവറും. വിവാഹത്തിന് ശേഷം ടോമി നിമിഷയ്ക്കൊപ്പം യമനിലേക്ക് പോയി. അവിടെ വെച്ചാണ് മകൾ മിഷേൽ ഉണ്ടാകുന്നത്. മകളെ നോക്കുന്നതിന് വേണ്ടി ടോമി ജോലി വേണ്ടെന്ന് വെച്ചു. അന്ന് നിമിഷ ജോലി ചെയ്തിരുന്നത് ഒരു ക്ലിനിക്കിലായിരുന്നു. സാമ്പത്തികമായും അവർ അവിടെ വല്ലാതെ ബുദ്ധിമുട്ടി. അങ്ങനെയാണ് മകളെ കൂട്ടി ടോമി നാട്ടിലേക്ക് എത്തുന്നത്. മറ്റൊരു രാജ്യത്തേക്ക് നല്ലൊരു ജോലി കിട്ടി മാറാമെന്നായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെയിരിക്കെ എന്നും വിളിക്കുമായിരുന്ന നിമിഷ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനെ പറ്റി പറയുന്നത്. ക്ലിനിക്ക് തുടങ്ങാനുള്ള പണം കടം വാങ്ങിയും മറ്റും സ്വരുക്കൂട്ടി. പക്ഷേ അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ അവിടെയുള്ള ഒരാളുടെ ലൈസൻസ് വേണം. അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാണ് നിമിഷപ്രിയ പിന്നീട് ടോമിയെ വിളിക്കുന്നത്. തലാൽ അബ്ദുൾ മഹദി എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ കുടുംബത്തിന്റെ ചികിത്സയ്ക്കായി നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെത്തിയാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തിയും. അങ്ങനെ തലാൽ ലൈസൻസ് എടുത്ത് തരാമെന്ന് വാക്ക് നൽകി. ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി ഒരു ഏപ്രിൽ മാസത്തിൽ ക്ലിനിക്ക് തുടങ്ങാനായിരുന്നു തീരുമാനം. ഇതോടെ തൊട്ടു മുന്നേയുള്ള മാർച്ചിൽ മകളെയും കൂട്ടി യമനിലേക്ക് പോകാൻ ടോമി തയ്യാറെടുക്കുകയും ചെയ്തു. പക്ഷേ യമനിൽ അപ്രതീക്ഷിതമായി വന്ന യുദ്ധം ടോമിയുടെയും മകളുടെയും യാത്ര മുടക്കി. അവിടെ നിന്നാണ് ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ 6 മാസം തലാലിനെ ശമ്പളത്തോടു കൂടി അവിടെ നിയമിച്ചിരുന്നു. ഇതിനിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ നിമിഷപ്രിയക്കെതിരെ പ്രശ്നമുണ്ടാക്കി. നിമിഷ അവിടെ നിന്നും ജോലി ഉപേക്ഷിച്ചു പോന്നാൽ അവിടെ രോഗികൾ കുറയുമെന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി 33% അയാൾക്കും ബാക്കി നിമിഷപ്രിയ ഉൾപ്പെടെയുള്ളവരുടെ പേരിലുമാക്കി എഗ്രിമെന്റ് എഴുതാൻ തീരുമാനിച്ചു. തലാലിനെയാണ് അതിനായി നിയോഗിച്ചത്. പക്ഷേ 67% അയാൾ സ്വന്തം പേരിൽ എഴുതി. ഒരു പ്രശ്നമാക്കേണ്ടെന്ന് കരുതി ഇക്കാര്യം ചോദിക്കാനും നിന്നില്ല. ക്ലിനിക്കിലേക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങാൻ കൊടുക്കുന്ന പണവും തലാൽ ചിലവാക്കാൻ തുടങ്ങി. അത് ചോദ്യം ചെയ്തതോടെ ക്ലിനിക്കിന്റെ വരുമാനത്തിൽ നിന്നും വലിയൊരു തുക എടുക്കാനും തുടങ്ങി. എതിർത്തിട്ടും കാര്യമില്ലാതായപ്പോൾ ഇനി പണം തലാലിന് കൊടുക്കരുതെന്ന് ഓഫീസ് സ്റ്റാഫിന് നിമിഷ നിർദ്ദേശം കൊടുത്തു. എന്നാൽ പിന്നീട് നിമിഷപ്രിയ അയാളുടെ ഭാര്യയാണെന്ന തരത്തിലും തലാൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് ഉപദ്രവങ്ങളും തുടങ്ങി. ഇതിനെതിരെ നിമിഷപ്രിയ കേസ് കൊടുത്തു. എന്നാൽ കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തലാൽ വീണ്ടും നിമിഷപ്രിയയെ കുടുക്കാൻ ശ്രമിച്ചു. നിമിഷ വിളിക്കുന്നത് കുറഞ്ഞതോടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് സത്യം ടോമിയും അറിയുന്നത്. പിന്നാലെ തലാൽ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അടക്കമുള്ള എല്ലാ രേഖകളും വാങ്ങിവെക്കുകയും ചെയ്തു. നിമിഷപ്രിയെ ഉപദ്രവിച്ചതിന് തലാൽ കുറച്ചുനാൾ ജയിലിൽ കഴിഞ്ഞിരുന്നു. തലാൽ ജയിലിൽ കിടക്കുന്ന സമയത്തെല്ലാം അവിടെ പോയി പാസ്പോർട്ട് തിരികെ തരാൻ കരഞ്ഞു പറയാറുണ്ടായിരുന്നു നിമിഷ. എന്നാൽ തലാൽ അതിന് തയ്യാറായില്ല. പിന്നാലെ ജയിലിൽ നിന്നിറങ്ങിയിട്ടും തലാൽ നിമിഷപ്രിയയെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിനു പിന്നാലെയാണ് തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തി രക്ഷപ്പെടാൻ നിമിഷപ്രിയ തീരുമാനിക്കുന്നത്. നിമിഷപ്രിയയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഹനാനും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. ആദ്യം മരുന്ന് കുത്തിവെച്ചിട്ടും മയങ്ങിയില്ല. പിന്നീട് ഒരു ഡോസ് കൂടി കൊടുത്തു. ഡോസ് കൂടിയതോടെ തലാൽ മരണത്തിന് കീഴടങ്ങി. മൃതദേഹം തനിച്ചു മാറ്റാൻ കഴിയാതിരുന്നതോടെ കണ്ടെത്തിയ മാർഗമായിരുന്നു കഷ്ണങ്ങളാക്കി ചാക്കിൽ കയറ്റുകയെന്നത്. പിന്നീട് കഷ്ണങ്ങളാക്കിയ മൃതദേഹം വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു. ഹനാന്റെ സഹായത്തോടെയാണ് നിമിഷപ്രിയ അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. പിന്നാലെ 1 മാസത്തിന് ശേഷം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് നിമിഷപ്രിയ പോലീസിന്റെ പിടിയിലാകുന്നത്. പിന്നാലെ വിചാരണ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിനെതിരെ അപ്പീൽ നൽകിയെങ്കിലും നിമിഷപ്രിയയ്ക്ക് അനുകൂല വിധിയുണ്ടായില്ല. ഇപ്പോൾ വരുന്ന ജൂലൈ 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കാൻ അന്തിമ തീരുമാനമായി. ജയിലിലും നഴ്സായി ഇപ്പോൾ ജോലി ചെയ്യുകയാണ് നിമിഷപ്രിയ. വധശിക്ഷ നടപ്പിലാക്കാൻ വിധി വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നിമിഷപ്രിയയുടെ കുടുംബം. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തലവന്മാരുമായും ബന്ധപ്പെട്ട് വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടുകയാണ് ആ കുടുംബം ഇപ്പോൾ.